അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രസ്ലെസ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ ഡെക്കറേഷനും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അത് നല്ലോണം ഒന്ന് വറ്റിച്ച് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിക്കണം കുറച്ച്. അതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും പിന്നെ വിപ്പിംഗ് ക്രീമുമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം എടുക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് ബദാമും പിസ്തയും പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റോസ് എസൻസാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 1-2 ഡ്രോപ്പ് ഞാൻ അതിലേക്ക് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര 2 ഡ്രോപ്പിൽ കൂടുതൽ ഒറ്റിക്കരുത്, അപ്പോഴേക്കൊരു എന്താ പറയുക കുത്തുന്ന ഫ്ലേവർ വരും. ഞാൻ 5 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്താണ് കേക്ക്. അതിന് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മിൽക്ക് കൊണ്ട് ഞാനിതിനെ സോക്ക് ചെയ്തു. ഈ മിൽക്കിനെ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്നാണ് പറയുക കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്തയും ബദാമും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ബദാമിലേറെ നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ വരേണ്ടത് പിസ്തൻ്റെയാണ്. അപ്പോൾ പിസ്തയാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ റോസ് പെറ്റൽസ് ഒന്ന് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേക്ക് കഴിക്കാൻ. പിന്നെ എന്താ പറയുക, രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ മിൽക്ക് കൊണ്ട് തന്നെ സോക്ക് ചെയ്ത്, ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്നാണ് കേട്ടോ അതിന് പറയുക. ആ മിൽക്ക് കൊണ്ട് സോക്ക് ചെയ്ത് പാല് നമ്മൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നല്ലോണം തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണില്ല, പകരം ഞാൻ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കേക്കിന് 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഇതിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞ് വന്നപ്പോൾ കേക്ക് ½ kg കേക്കായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുള്ള് വർക്കും കഴിഞ്ഞപ്പോഴേക്കും ഇത് 750 ഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേക്ക്. നല്ല എന്തായാലും വെയിറ്റ് വരുന്ന കേക്കാണ് ഇതൊക്കെ. ഞാൻ മിൽക്ക് മെയ്ഡൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ക്രീം എന്താ പറയുക സ്പഞ്ചിൽ കൊടുത്തതിൻ്റെ ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് ഞാൻ ബദാമും പിസ്തയും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ബദാമും പിസ്തയും. അതുകൊണ്ട് തന്നെയാണ് ഈ കേക്കിനൊക്കെ കൂടുതൽ എന്താ പറയുക റേറ്റ് വരുന്നത്. പിസ്തക്കൊക്കെ നല്ല റേറ്റ് ആണല്ലോ, എല്ലാവർക്കും അറിയണ്ടാവും. ഇതോടെ അടുത്തുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അവർക്ക് ½ kg മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് പാർട്ടിയോ അല്ലെങ്കിൽ പരിപാടിയൊന്നുമില്ല, കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. 4ാമത്തെ ലെയറും വെച്ചെടുത്തു. മിൽക്ക് കൊണ്ട് സോക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഫൈനൽ കോട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ ആ ബ്രഷ് കൊണ്ടൊന്ന് മേലേക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കേക്കിനൊരു ഡിസൈൻ വരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം എന്താ പറയുക നോസിലിട്ടിട്ട് N1 N2 നോസിലിട്ടിട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ഫ്ലവറൊക്കെ വരച്ചെടുത്തു. ഒരു ഗ്രീൻ കളറും കൊടുത്തു ഇതിൽ. പിന്നെ ഞാൻ പിസ്തയും ബദാമും ഇതിലേക്ക് പൊടിച്ചത് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ നോസിൽ തന്നെ 2D നോസിലുണ്ട് കേട്ടോ. 2D 2F ഒക്കെ ഇതേ ഈ സെയിം തന്നെ വരുന്നത് കേട്ടോ. അതിൻ്റെ നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഞാനൊരു ഷെല്ലി നോസിലിട്ടിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ബോട്ടത്തിൽ ഒരു ചെറിയ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിനൊന്ന് മഞ്ചാക്കണമല്ലോ. സെയിം കളർ തന്നെ കൊടുത്തത്. ആ സെയിം കളർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഞാൻ ഷെൽ നോസിലാണ് ഇത് താഴെ കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ കൊണ്ടുപോയിട്ട് കഴിച്ചതിൻ്റെ ശേഷം നല്ല ടേസ്റ്റുള്ള കേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് കാണാൻ കളറാക്കിയെടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.